ഡോക്ടർ ഇരുട്ടടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്നലെ അങ്ങനെ ഒരു അടി കിട്ടി. ഏതോ ഒരുത്തൻ ജയിച്ചതാ. ആരാണെന്നൊക്കെ എനിക്കറിയാം. അതാണല്ലോ ഡോക്ടറും പോലീസും തമ്മിലുള്ള വ്യത്യാസം. ഒരു രോഗിക്ക് ഒരു ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അടി കൊടുക്കുന്ന കൈക്ക് അടി കിട്ടിയപ്പോഴാണ് അടിയുടെ ചൂട് മനസ്സിലായത്. ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും ഇൻസ്പെക്ടർക്ക് അറിയാമല്ലോ. അതുകൊള്ളാം. പോലീസ് ഇൻസ്പെക്ടർക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് വന്നാൽ പിന്നെ നാട്ടുകാരുടെ സ്ഥിതി എന്തായിരിക്കും? അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയാൻ നാട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയൊന്നും ഇല്ലേ? അച്ഛനില്ല, അമ്മയുണ്ട്. പിന്നൊടുവിൽ പറഞ്ഞ പാർട്ടിയുടെ കാര്യം. ഐ ആം എ ക്രോണിക് ബാച്ചലർ, തികച്ചും അവിവാഹിത. സോറി, ഞാൻ വിചാരിച്ചു കല്യാണമൊക്കെ കഴിച്ച് 1-2 കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന്. അല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും. ഏയ് അതല്ല, ഒരു വിവാഹം കഴിക്കണമെന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നേഹത്തോടെ ശാസിക്കാൻ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും മാറി മാറി ജോലി നോക്കിയിട്ടും അവിടെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടിയില്ല. ആ ജോലി ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കട്ടെ. ഡോക്ടറാകുമ്പോൾ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാ ഡിമാൻഡ്? കുറഞ്ഞത് 3-4 ലക്ഷം രൂപ സ്ത്രീധനം, അതിനടുത്ത സ്വർണം, പിന്നൊരു 10,000 തേങ്ങ കിട്ടുന്ന ഒരു പുരയിടം, ഒരു എയർ കണ്ടീഷൻ മാരുതി കാർ. ഇതൊന്നും എനിക്ക് വേണ്ട കേട്ടോ. 4 പേര് കണ്ടാൽ കുറ്റം പറയരുത്. ദാറ്റ്സ് മൈ ഓൺലി ഡിമാൻഡ്. എക്സ്ക്യൂസ് മീ, യു? ഉത്തരം ഡോക്ടറുടെ ചിരിയിലുണ്ട്. തികച്ചും അവിവാഹിത അല്ലേ? കൈയുടെ ഒരു എക്സ്റേ എടുത്ത് നോക്കാം. ശരി. വേറെന്തെങ്കിലും മുറിവുകളുണ്ടോ? ഡോക്ടർ, എനിക്ക് ഇവിടെ കമ്പൗണ്ടർമാരും ഇല്ലേ? എന്തിനാ? അല്ല, എന്റെ ഈ കമ്പൗണ്ടർമാരും ഇല്ലേ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് രോഗി ഡോക്ടറോട് ഒന്നും ഒളിക്കാൻ പാടില്ലെന്നാണ്. പറഞ്ഞോളൂ. അല്ല, അത് എങ്ങനെ? അത് ഡോക്ടറെ, എന്താ കരുണ, എന്തിനാ നീ വന്നേ? ചേട്ടന്റെ കുളിപ്പരയുടെ അപ്പുറത്തുള്ള തെങ്ങ് ഞാനാ ചെത്തുന്നത്. ഇനിയിപ്പോ കിടപ്പുമുറിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വന്നതാ. നീ തെങ്ങ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത്, പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ. നിനക്ക് ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത്? ഇപ്പൊ ഈ തെങ്ങ്, പിന്നെ ആ തെങ്ങ്, പിന്നെ തെങ്ങ്. തെങ്ങല്ലേ? ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ. പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ, ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കാ. എടാ മോനെ, ഇങ്ങോട്ട് നോക്കേ, കാര്യം പറടാ, കാര്യം പറ. ഞാൻ തുറന്നു പറയാം. ഞാൻ മോളിക്കുട്ടിയെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. കുര്യാപ്പിള്ളി ചേട്ടന് അതിൽ താല്പര്യം കാണില്ലെന്നറിയാം. പക്ഷേ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനും മോളിക്കുട്ടിയും തമ്മിൽ കെട്ടും. അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത്. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അയലത്തുകാർ കേൾക്കണ്ട. എപ്പോഴായാലും ഇത് അയലത്തുകാരറിയും, അല്ലെങ്കിൽ ഇവൻ അറിയിപ്പിക്കും. കാരണം എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നീ ഈ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ചു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ചു തരും. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നീ ഞങ്ങളെ വീട്ടിനടുത്ത് തെങ്ങെത്താൻ വന്നപ്പോ എൻ്റെ മകളുമായി നീ പ്രേമത്തിലെ. ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ, അവിടെയും പെൺകുട്ടികൾ കാണുമല്ലോ. നിന്റെ സ്വഭാവം അതല്ലേ. അപ്പോ എൻ്റെ മകളുടെ ഭാവി ഞാൻ നോക്കണ്ടേ? എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കും, എന്തും. എന്റെ ഇന്നത്തെ അന്തിച്ചത്ത് എന്റെ സമാപന ചത്തായിരിക്കും.
എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചെത്ത്. എന്റെ ഒരു അമ്മാവന്റെ മകൻ മദ്രാസിലുണ്ട്. കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചിട്ട് അവൻ എന്നെ വിളിക്കുന്നു. വാടാ കരുണ വാടാന്ന്. ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഞാൻ എന്റെ ഫിഷ് മോളിയുടെ കഴുത്തിൽ താലി കെട്ടും. പുള്ളിയാണ് സത്യം. പള്ളിപ്പുറം പള്ളിയാണ് സത്യം. റൂം നമ്പർ 3 അഡ്മിറ്റ് ചെയ്തേക്കും. യെസ് ഡോക്ടർ. വരും. ആ ഇരിക്കൂ. 3-4 ദിവസമായി നിർത്താതെയുള്ള ചുമ, ശ്വാസമുട്ടലും കിതപ്പുണ്ട്. എഴുന്നേറ്റ് 2 അടി നടന്ന കണ്ണും തലയും കറങ്ങുന്ന പോലെ തോന്നും. ആ എന്താ പേര്? നാരായണപിള്ള. നിങ്ങൾക്കല്ലേ അസുഖം? അല്ല, എന്റെ മുത്തശ്ശനാണ്. സോറി ഡോക്ടർ, പേഷ്യന്റ് ആരാണെന്ന് പറയാതെയാണ് രോഗവിവരം പറഞ്ഞത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മുത്തച്ഛൻ എത്ര വയസ്സായി? 72. എന്ത് ചെയ്യുന്നു? ഇരിപ്പാണ്. പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. രോഗിയൊന്ന് കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു. ആ സാരമില്ല. ഈ മരുന്ന് 3 നേരം കഴിക്കട്ടെ. കുറവില്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം. താങ്ക് യു ഡോക്ടർ. ആ പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, നാരായണപിള്ള. മുത്തച്ഛന്റെ പേരല്ല. സോറി. രേഖ. പഠിക്കണോ? അതെ, BSc ഫൈനൽ ഇയറിന്. ഇവിടെ തന്നെയാണോ സ്വദേശം? അതെ, ആ ബണ്ടിനടുത്താ. അമ്മയാണ് അവളെ ചീത്തയാക്കിയത്. ട്യൂഷൻ, സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് അഴിച്ചങ്ങ് വിട്ടിരിക്കുകയല്ലേ. എന്താ മോളെ ഇത്? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല അല്ലേടി? മുരളി മതി. മോളെ, നിന്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള തമാശകളും കൗതുകങ്ങളും ഒക്കെ തോന്നുക സാധാരണമാണ്. വർണ്ണങ്ങൾ തേടി നടക്കുന്ന ചിത്രശലഭങ്ങളെ പോലെ ഈ പ്രായം. പക്ഷേ മോൾ ഒരു കാര്യം മറക്കരുത്, ഈ നാട്ടിൽ വെച്ച് ഏറ്റവും വലിയ തറവാടാ നമ്മുടേത്. നമ്മളെ തൊഴുന്നവരെ ഈ നാട്ടിലുള്ളൂ, നമ്മൾ ആരെയും തൊഴാറില്ല. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നിന്റെ മനസ്സിൽ ആ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ അതങ്ങ് മറന്നുകളാ. അച്ഛാ, എന്റെ നല്ല മുഖം മാത്രമേ മോള് കണ്ടിട്ടുള്ളൂ, മറ്റൊരു മുഖം കൂടെ അച്ഛനുണ്ട്. ഓടിയാത്ത